Greet you all in the matchless name of our Lord and Savior Jesus Christ this evening time. It's a great privilege in our life to come together in the presence of God this evening to learn from the book of Revelation. In the previous class, we've been discussing about the sixfold visions about the throne of heaven from chapter 4. നാലാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ കണ്ടുകൊണ്ടിരുന്നതായിരിക്കുന്ന 6 ദർശനങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് വി ലേൺഡ് അബൌട്ട് ദ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് വിഷൻസ്. 1 മുതൽ 5 വരെയുള്ളതായിരിക്കുന്ന യോഹന്നാൻ്റെ വിഷൻസ് നമ്മൾ കാണുവാൻ കൊണ്ടുമിടയായി തീർന്നു. ലൈക്ക് ഓൺ ദ ത്രോൺ, റൗണ്ട് ദ ത്രോൺ, ഫ്രം ദ ത്രോൺ, before the throne, and in and around the throne. Okay, and in that last class we were studying about the 4 living creatures full of eyes in front of and behind also that John was seeing in the 5th vision from Revelation chapter 4 verse 6. So we are continuing the study from chapter 4 verse 6 now, and we are going to read Revelation chapter 4 verse 6 now in English and in Malayalam. Then we will continue the studies this evening time. Okay, one more time let's read that. I know that we already read in the previous class, but we are going to read once again chapter 4 verse 6. Yeah. Also before the throne there was what looked like a sea of glass, clear as crystal. In the center, around the throne, were 4 living creatures, and they were covered with eyes in front and in the back. The first living creature was like a lion. മുഴുവൻ വായിക്കണോ പാസ്റ്റർ? വേണ്ട അത് മതി, അത്ര മതി. 4:6 മാത്രം. സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. Okay, so we are going to see that the preeminence of 4 creatures in its own particular sphere. അതായത് ഓരോ ജീവജാലങ്ങൾക്കും, ഓരോ ജീവവർഗങ്ങൾക്കും അവരവരുടേതായിരിക്കുന്ന അവരുടെ മേഖലകളിലുള്ളതായിരിക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതിരിക്കുന്നു. അപ്പോൾ മാത്രമാണ് നമുക്കിതിൻ്റെ യഥാർത്ഥത്തിലുള്ളതായിരിക്കുന്ന അർത്ഥം മനസ്സിലാകത്തുള്ളൂ. So let us see what is the preeminence of 4 creatures. Especially in chapter 4 verse 6 we are reading about 4 living creatures. 4 living creatures. So we need to understand, and the reason that we say these 4 living creatures stand for everything is each has the preeminence. ഓരോ ജീവികൾക്കും അല്ലെങ്കിൽ ജീവവർഗങ്ങൾക്കും അതിൻ്റേതായിരിക്കുന്ന ഒരു ഔന്നത്യമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രാമുഖ്യമുണ്ട്, ഒരു എമിനൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടേതായിരിക്കുന്ന ഒരു പ്രാധാന്യമുണ്ട് ഓരോ മൃഗങ്ങൾക്കും. ഓക്കെ, so we are going to see why it is written about the 4 creatures, 4 living creatures in this passage. Like first of all, the lion, സിംഹത്തെക്കുറിച്ച് അവിടെ വായിക്കുന്നത്, lion is supreme among the beast. അല്ലേ, വന്യമൃഗങ്ങളുടെ ഇടയിൽ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ഒരു മൃഗമാണ് ലയൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിംഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓക്സ് ഈസ് സുപ്രീം അമംഗ് ദ കാറ്റിൽ. കന്നുകാലികളുടെ നടുവിൽ കാള എന്ന് പറയുന്നത് ഏറ്റവും സുപ്രീമായിട്ടുള്ള ഒരു മൃഗമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കന്നുകാലികളിൽ. ഓക്കെ, എസ്പെഷ്യലി for the people of Israel, the Jewish people, ox was one of the important and supreme animal among the cattle. And the third one is eagle. അല്ലേ, അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താഴോട്ടുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, വേഴ്സസ് 7 and all those things. Okay, so ox is supreme among the cattle and eagle is supreme among the birds. പക്ഷികളുടെ മുൻപിൽ, പക്ഷികളുടെ ഇടയിൽ ഏറ്റവും സുപ്രീമായിട്ടുള്ള ഒരു പക്ഷിയാണ് കഴുകൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് മാൻ, മനുഷ്യൻ. മാൻ ഈസ് സുപ്രീം എമംഗ് ഓൾ ക്രിയേച്ചേഴ്സ്. മനുഷ്യനോടുള്ള ബന്ധത്തിൽ മനുഷ്യനാണ് മറ്റുള്ള എല്ലാ ക്രിയേച്ചേഴ്സിനേക്കാളും, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ജീവജാലങ്ങളെക്കാളും ഏറ്റവും സുപ്രീം ആയിട്ടുള്ളത് മനുഷ്യനാണ്. ആൻഡ് ദിസ് ഈസ് ദ ക്ലിയർ പിക്ചർ ഓഫ് നേച്ചർ.
and a man, and also the angelic being, all together, they all are always engaged in constant adoration of God. ദൈവത്തെ എപ്പോഴും ആരാധിക്കുന്ന കാര്യത്തിൽ ഇവരെല്ലാവരും ഉത്സാഹത്തോടു കൂടെ എൻഗേജ്ഡ് ആയിരിക്കുന്നെന്നാണ് നമുക്ക് അവിടുന്ന് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നത്. സോ ദിസ് ഈസ് ദ ക്ലിയർ പിക്ചർ. വി ക്യാൻ നോ ദാറ്റ് ദ നേച്ചർ ഈസ് ദെയർ, the animals are there, angelic beings are there, human being is there. So all together, they all are always engaged in constant adoration of God or worshiping God. Okay, so that is the thing that we need to understand from the fifth vision when Apostle John was watching about the heaven and the heavenly throne. Okay, now we are going to look into the sixth vision. The sixth vision is towards the throne. അതായത് ആറാമതായിട്ട് യോഹന്നാൻ കാണുന്ന വിഷൻ എന്ന് പറയുന്നത് എന്താണ്? ടുവേഴ്സ് ദ ത്രോൺ ആണ്, സിംഹാസനത്തിലേക്ക് എന്താണെന്ന് കാണുന്നത്. ലെറ്റ് us read chapter 4 verses 8, 10 and 11. Only 3 verses. Verses 8, 10 and 11. Each of the 4 living creatures had 6 wings and was covered with eyes all around, even under his wings. Day and night they never stopped saying, Holy, holy, holy is the Lord God Almighty, who was and is to come. Verse 10. The 24 elders fall down before him who sits on the throne and worship him who lives forever and ever. They lay their crowns before the throne and say, You are worthy, our Lord and God, to receive glory and honor and power, for you created all things, and by your will they were created and have their being. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 24 മൂപ്പന്മാരും സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുൻപിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവെ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇടും. Okay, so we have seen different aspects of the throne, and the sixth one and the last vision that Apostle John was watching in heaven is that towards the throne. എന്താണ് ആ സിംഹാസനത്തിലേക്ക് എന്താണ് പോകുന്നത്? One of the important thing that which is going towards the throne is all glory and praises towards Jesus. All glory and praises towards Jesus. When we read verse 10, 24 elders, they falls down before Jesus Christ who sits on the throne. So യേശുക്രിസ്തു ആ സിംഹാസനത്തിലിരിക്കുന്നു. ആ സിംഹാസനത്തിന് മുൻപിൽ 24 മൂപ്പന്മാരും അവര് മുട്ടുമടക്കുന്നതായിട്ടാണ്, അവർ വീഴുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദേ കാസ്റ്റ് ദ ക്രൗൺസ് ബിഫോർ ദ ത്രോൺ. അവരുടെ കിരീടങ്ങളെല്ലാം അവർ താഴെ ഇടുന്നതായിട്ട് നമുക്ക് ആ വേഴ്സ് 10 നമുക്ക് വായിക്കാൻ തക്കൊണ്ട് സാധിക്കുന്നുണ്ട്. സോ ആസ് വി റീഡ് ദീസ് വേഴ്സസ്, ലെറ്റ് മീ ട്രൈ ടു ഗിവ് യു ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് റോമൻ എംപയർ in those days. From history we need to understand something, then only we will be able to know why it is written in that particular portion that 24 elders, they falls down before Jesus Christ who was sitting on the throne. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററിയിലേക്ക് പോയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, റോമൻ എംപയറിൻ്റെ ആ സമയത്ത് ഉണ്ടായിരുന്ന കോണ്ടെക്സ്റ്റിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ യഥാർത്ഥത്തിലുള്ളതായിരിക്കുന്ന മീനിങ് മനസ്സിലാകത്തുള്ളൂ. എന്തുകൊണ്ടാണ് 24 മൂപ്പന്മാരും യേശുക്രിസ്തുവിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ ഈ അവരുടെ കിരീടങ്ങളെ താഴെ ഇട്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. സോ ഡ്യൂറിങ് ദ ടൈം ഓഫ് അപ്പോസ്റ്റൽ ജോൺ there was 24 official religions. എന്താണ് അപ്പോസ്തലനായ യോഹന്നാൻ്റെ കാലത്ത് 24 ഒഫീഷ്യൽ മതങ്ങളുണ്ടായിരുന്നു, റിലീജിയൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഈച്ച് റിലീജിയൻ ഹാഡ് one high priest. These high priests, they were the representatives of each religion, and these religious priests were supposed to report to the Caesar, the emperor, time to time. ഓരോരോ സമയങ്ങളിൽ
ഈ 24 മതങ്ങളിൽ 24 റിലീജിയൻസിലുള്ളതായിരിക്കുന്ന 24 ഹൈപ്രീസ്റ്റുകൾ അവരെപ്പോഴും അതാത് സമയങ്ങളിൽ കടന്നു വന്ന് സീസറിന് മുമ്പിൽ, കൈസറിന് മുമ്പിൽ, അല്ലെങ്കിൽ അന്നത്തെ ചക്രവർത്തിയാകുന്ന കൈസറിന് മുൻപിൽ അവർ ഈ ഒരു പ്രവൃത്തി ചെയ്യണമായിരുന്നു. അവർ വന്ന് വണങ്ങുക മാത്രമല്ല, അവർ ഈ അവരുടെ കിരീടങ്ങൾ, അവർക്ക് കൊടുത്തിരുന്നതായിരിക്കുന്ന ഹൈപ്രീസ്റ്റിന് കൊടുത്തിരുന്ന കിരീടങ്ങളെല്ലാം അവർ ഈ സീസറിന് മുൻപിൽ അല്ലെങ്കിൽ കൈസറിന് മുൻപിൽ കൊണ്ടുവന്ന് താഴെ ഇടണം, അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവിടെ വർഷിപ്പ് ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു ആ ഹൈപ്രീസ്റ്റിൻ്റെ കയ്യിലുണ്ടായിരുന്നത്? ഓക്കെ, സോ ദേ ഹാഡ് എ പ്രീസ്റ്റ്ലി ഗാർമെൻറ്റ്. So the high priest had, 24 official religions are there, 24 official high priests are there for each religion, and they had a priestly garment also. What was the garment? The fine white robes ആയിരുന്നു. അതായത് നേർത്ത ഒരു വെളുത്ത വസ്ത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നു. ഒരു വെള്ള ഉടുപ്പെന്ന് പറയാം, വെളുത്ത വസ്ത്രം. അവർക്ക് നേർത്തൊരു വെളുത്ത വസ്ത്രം അവർക്ക് ഉണ്ടായിരുന്നു, ഈ ഹൈ പ്രീസ്റ്റുമാർക്ക് ഉണ്ടായിരുന്നു. സെക്കൻഡ്ലി, they had a golden sash on their chest. അതായത് അവർക്കൊരു പൊൻകച്ച ഉണ്ടായിരുന്നു, മാറത്ത് പൊൻകച്ച കെട്ടുക എന്നൊക്കെ നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നത് പോലെ ഒരു പൊൻകച്ച ഉണ്ടായിരുന്നു. എ ഗോൾഡൻ സാഷ് ഓൺ ദെയർ ചെസ്റ്റ്, അവരുടെ മാറത്ത് ഒരു പൊൻകച്ച ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ എ ഗോൾഡൻ ക്രൗൺ ഓൺ ദെയർ ഹെഡ്, അവരുടെ തലമേൽ ഒരു പൊൻ കിരീടം ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണെന്ന് ഈ ഹൈ പ്രീസ്റ്റിന് അന്ന് കൊടുത്തിരുന്നത്. And also, Domitian, the Roman emperor, had ordered that everyone must consider him as a Lord and God. അപ്പോൾ ഡൊമിഷ്യൻ എന്ന് പറയുന്ന അന്നത്തെ ചക്രവർത്തി ഇവരോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഡൊമിഷ്യൻ എന്ന ചക്രവർത്തിയെ നിങ്ങളെല്ലാവരും ഒരു ദൈവമായിട്ട് അല്ലെങ്കിൽ കർത്താവായിട്ട് അംഗീകരിക്കുകയും നിങ്ങൾ ആ ഡൊമിഷ്യൻ ചക്രവർത്തിയെ ആരാധിക്കുകയും ചെയ്യണം എന്നുള്ളത് അവർ തീർത്തും പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. സോ the practice which was prevailing on those days in that country, in that area, was whenever these 24 priests together comes to meet Domitian, they were supposed to put down their crowns at the feet of Domitian, and they were supposed to bow down as a symbol of their humbleness. അപ്പോൾ 24 മൂപ്പന്മാരും 24 മഹാപുരോഹിതന്മാരും അവിടെ വരുമ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്യണം? അവരുടെ തലമേലുള്ളതായിരിക്കുന്ന ക്രൗൺ അല്ലെങ്കിൽ കിരീടങ്ങൾ ഈ ഡൊമിഷ്യൻ്റെ മുൻപിൽ അല്ലെങ്കിൽ സീസറിൻ്റെ മുമ്പിലോ എംപററിൻ്റെ മുമ്പിൽ അവർ താഴെ ഇട്ടതിന് ശേഷമായിട്ട് അവരെല്ലാവരും ഈ ഡൊമിഷ്യൻ ചക്രവർത്തിയെ എന്ത് ചെയ്യണം? അവർ വീണ് വണങ്ങണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഫീറ്റ് മടക്കി, മുട്ടുമടക്കി അവർ മുമ്പിൽ വണങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് that was a symbol of their humbleness. അവരുടെ താഴ്മയുടെയും അല്ലെങ്കിൽ സമർപ്പണത്തിൻ്റെയും ഒക്കെ ഒരു ഭാഗമായിട്ട് അവരിത് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. And when they go out from there, these crowns would be given back. Okay, അവരവിടുന്ന് പോകുന്ന സമയത്ത് അവർ വന്ന് നമസ്കരിച്ചതിന് ശേഷമായിട്ട് തിരിച്ചു പോകുമ്പോൾ ഈ എംപററിൻ്റെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ മുൻപിൽ വെച്ചിരിക്കുന്നതായിരിക്കുന്ന എല്ലാ കിരീടങ്ങളും തിരിച്ചു കൊടുക്കും. അവർക്ക് തിരിച്ചെടുത്ത് വെച്ച് തലയിൽ വെച്ചിട്ട് തിരിച്ചു പോകാം. Okay, there is a meaning in that custom that they are doing, which means they have to understand that they are getting this authority from Domitian and all glory goes to Domitian. So in this particular context that we need to understand this verse, maybe chapter 4 verse 11, 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമ്മൾ വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ്. 24 മൂപ്പന്മാർ അല്ലെങ്കിൽ 24 ഹൈ പ്രീസ്റ്റുമാർ എന്ത് ചെയ്യുന്നു? ഈ ഡൊമിഷ്യൻ്റെ മുൻപിൽ കടന്നു വന്ന്, ചക്രവർത്തിയുടെ മുൻപിൽ കടന്നു വന്ന് അവരെ കിരീടങ്ങളെല്ലാം താഴെ ഇട്ടിട്ട് മുൻപിൽ വെച്ചിട്ട് അവർ വണങ്ങുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ മീനിങ് ഓഫ് ദാറ്റ്. they have to understand that they are getting this authority from Domitian and all glory always goes to Domitian. So that was the practice they were doing, because they need to understand you are having, the high priest also having the authority from Domitian only. It is not from yourself that you are having this authority, but you have this authority from Domitian the emperor. So that was the context that we need to understand about Revelation chapter 4 verse 11. Okay, when you go to that portion, it says that the 24 elders put their crowns before the throne of Jesus. എന്ത് ചെയ്യുന്നു? 24 മൂപ്പന്മാരും അവരുടെ കിരീടങ്ങളെ യേശുക്രിസ്തുവിന്റെ മുൻപിൽ
ആമേൻ താഴെ ഇടുന്നു എന്നാണ് വായിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. Now we see not only 24 elders but also four living creatures are there. Okay, so, and everything brings glory and praises towards his name, God's name. So who all are these people, and who all are there in heaven in the vision of John? ആരൊക്കെയാണ് യോഹന്നാൻ കാണുന്നതായിരിക്കുന്ന ഈ ദർശനത്തിനകത്തുള്ളത്? ജീസസ് ഈസ് there, 24 elders are there, Holy Spirit is there, 4 living creatures are there. Okay, and they all do one thing, that worshiping God, right? ഓൾവേസ് ദേ ആർ വർഷിപ്പിംഗ് ഗോഡ്. അവരെ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അതാ കാണാൻ സാധിക്കുന്നത്. അവരെപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് വേഴ്സ് 8 നമ്മൾ വായിക്കുന്നത്. Okay, so we need to understand they are always worshiping God. Okay, so in verse 11 എന്താണ് നമ്മൾ വായിക്കുന്നത്? കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇടും. ആമേൻ. So this is happening. Why? Because there is a reason, because there is a historical context behind it. Okay, so always these all people are adoring and worshiping and putting their crowns, like their authority in front of the the emperor Domitian. Just like that, all the 24 elders or 24 high priests, they are putting down their their crowns before Jesus Christ. That is what we see in this chapter 4, and that is the end of the study of chapter 4, and also the sixfold visions about the throne of heaven in chapter 4. അതോടുകൂടെ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ അവസാനിക്കുന്നു. അതായത് 6 വിധത്തിലുള്ളതായിരിക്കുന്ന യോഹന്നാൻ കണ്ട ദർശനങ്ങളെക്കുറിച്ച് നമ്മൾ 4-ാമത്തെ അധ്യായത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Now actually we are supposed to start with chapter 5, but just before we get into chapter 5 and the study of the future events, let me tell you something about different types of interpretational methods. അതായത് ഇനിയിപ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് 5-ാമത്തെ അധ്യായമാണ്. എന്നാൽ 5-ാമത്തെ അധ്യായത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർപ്രിട്ടേഷണൽ മെത്തേഡ്സ്? അതായത് ഈ ദൈവത്തിൻ്റെ വചനം, പ്രത്യേകിച്ച് ഈ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നതായിരിക്കുന്ന പ്രധാനപ്പെട്ട മെത്തേഡുകൾ ഏതൊക്കെയാണ്? ഏതെല്ലാം മെത്തേഡുകൾ ഉപയോഗിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിലെ ഫ്യൂച്ചർ ഈവൻസ്, ദ എസ്കറ്റോളജിക്കൽ ഈവൻസ് ഓഫ് ദി ബുക്ക് ഓഫ് റെവലേഷൻ അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാനായിട്ട് പോവുകയാണ്. ബിക്കോസ് if we know about the different types of interpretational methods, we will be able to know what is the method that we use to understand the eschatological events or prophetical words about the future events. Okay, so let us see that, because by understanding what are the different types of interpretational methods, അതായത് ഏതെല്ലാം വിധത്തിലാണ് ആളുകൾ ഈ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ഐഡിയ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏത് വിധത്തിലാണ് ഇതിനെ വ്യാഖ്യാനിക്കാൻ പോകുന്നതെന്നും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നും പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർപ്രിട്ടേഷണൽ മെത്തേഡ്സ്? അതായത് വിവിധ തരത്തിലുള്ളതായിരിക്കുന്ന ഇൻ്റർപ്രിട്ടേഷണൽ മെത്തേഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ടോപ്പിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. ഈ ടോപ്പിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഐഡിയലിസ്റ്റ് മെത്തേഡ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്പിരിച്വലൈസേഷൻ മെത്തേഡ് എന്ന് പറയാം. അതായത് വിഷയപരമായ വ്യാഖ്യാനം എന്നാണ് മലയാളത്തിൽ കൊടുക്കുന്നത്. വിഷയപരമായ വ്യാഖ്യാനം, ടോപ്പിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. കുറേ ആളുകൾ ഈ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഈ എസ്കറ്റോളജിക്കൽ പോർഷൻസ് വ്യാഖ്യാനിക്കുമ്പോൾ അവർ ടോപ്പിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ഇൻ്റർപ്രിട്ടേഷൻ മെത്തേഡ്? This view uses the allegorical method to interpret the book of Revelation. ദൃഷ്ടാന്ത രൂപമായിട്ട് അല്ലെങ്കിൽ ദൃഷ്ടാന്തപരമായിട്ടുള്ളതായിരിക്കുന്ന ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്, വ്യാഖ്യാനമാണ് ഈ ടോപ്പിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്നത്. അതിൻ്റെ കാരണം, they denies the book of Revelation any specific historical fulfillment. Okay, that means this view spiritualizes everything written in this book. And they believe the church will go through the great tribulation. അതായത്
ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, there are there is a group of people, there is a method of interpretation known as topical. ഈ വിഷയപരമാകുന്ന വ്യാഖ്യാനം എന്ന് പറയുന്ന ആളുകൾ ഈ ഭാഗങ്ങളെ, വെളിപ്പാട് പുസ്തകത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അവർ എടുക്കുന്നൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇതിനകത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ ആത്മീകവൽക്കരിക്കുകയാണ്, അല്ലെങ്കിൽ സ്പിരിച്വലൈസ് ചെയ്തിട്ടാണ് അവരെ ചെയ്യുന്നത്. സ്പിരിച്വലൈസ് ചെയ്യുക, അതിനെ ആത്മീകവൽക്കരിച്ചുകൊണ്ട് ഇതിൻ്റെ അർത്ഥം ആത്മീകമായിട്ട് ഇതിൻ്റെ അർത്ഥം ഇന്നതാണ്. അപ്പം ബൈബിളിൽ ഒരു കാര്യം പറയുകയാണ്, ഇന്ന കാര്യം ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഇന്ന സംഭവം നടക്കാൻ പോകുന്നത് പറയുന്ന പറഞ്ഞാൽ അത് ആത്മീകമാണ്, അല്ലാതെ അതിനകത്ത് ലിറ്ററലി അത് നടക്കാൻ പോകുന്നില്ലെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവർ. ഓക്കെ, ആൻഡ് ദേ ബിലീവ് ദ ചർച്ച് വിൽ ഗോ ത്രൂ ദ ഗ്രേറ്റ് ട്രിബുലേഷൻ. അവർ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ സഭ എന്ത് ചെയ്യും, മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകുമെന്നാണ് ഈ കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നത്. ടോപ്പിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണത്. ഓക്കെ, ടോപ്പിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ആണെങ്കിൽ പറയാം അലിഗോറിക്കൽ മെത്തേഡാണ് അവർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൃഷ്ടാന്ത രൂപത്തിലുള്ളതായിരിക്കുന്ന ഒരു മെത്തേഡാണ് അവർ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ പ്രിറ്ററിസ്റ്റ് വ്യൂ. ദ പ്രിറ്ററിസ്റ്റ് വ്യൂ, അതായത് ഭൂതകാല ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ അതിന്. ദ പ്രിറ്ററിസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ദ വ്യൂ which believes that the prophecies which is mentioned in Matthew chapter 24 and also in the book of Revelation were already fulfilled in the first century with the fall of Jerusalem in 70 AD. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ തെറ്റായിട്ടുള്ള ഒരു പഠിപ്പിക്കലും ഒരു ഇൻ്റർപ്രിട്ടേഷനുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ പ്രിറ്ററിസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൂതകാല ഇൻ്റർപ്രിട്ടേഷൻ എന്ന് ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കുന്ന ഇൻ്റർപ്രിട്ടേഷൻ പറയുന്നത്, ഈ മാത്യു ചാപ്റ്റർ 24 നമ്മൾ കാണുന്നുണ്ട്, കർത്താവിൻ്റെ വരവിനെ കുറിച്ചൊക്കെ കാണുന്നുണ്ട്. ദെൻ അഗെയിൻ വി സീ ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ ഓൾസോ ദാറ്റ് ജീസസ് ഈസ് ഗോയിങ് ടു കം സൂൺ, ആൻഡ് ഓൾസോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഓൺ ദിസ് എർത്ത്, ആൻഡ് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഫോർ ദ സിറ്റി ഓഫ് ജെറുസലേം. All these things are there in the book of Matthew 24 and also in the book of Revelation, and something is written in book of Hebrews also. അല്ലേ? അപ്പം അതൊക്കെ നമ്മൾ കാണുന്ന ഉടനെ ഇവർ വിശ്വസിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ പ്രിറ്ററിസ്റ്റ് എന്ന് പറയുന്ന വ്യൂ അവർ പറയുന്നത് ഭൂതകാലത്തെക്കുറിച്ചാണ്. അതായത് ഓൾറെഡി the prophecies which is mentioned in Matthew chapter 24 and also in the book of Revelation were fulfilled in the first century itself. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞു, പൂർത്തീകരിക്കപ്പെട്ടു, അതെല്ലാം ഫുൾഫില്ലായി, ഇനിയൊന്നും നടക്കാനില്ല, അതോടുകൂടെ എല്ലാം കഴിഞ്ഞു. എസ്പെഷ്യലി വെൻ ദ ഫോൾ ഓഫ് ജെറുസലേം വാസ് ഹാപ്പനിങ് ഇൻ 70 AD. 70 സംഭവിച്ചതായിരിക്കുന്ന ജെറുസലേമിൻ്റെ വീഴ്ച, ജെറുസലേമിൻ്റെ നാശത്തോടുകൂടെ ഈ ബൈബിളിൽ പ്രത്യേകിച്ച് റെവലേഷൻ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സംഭവിച്ചെന്ന് പറഞ്ഞു. അതായത് പ്രിറ്ററിസം അനുസരിച്ച് ബൈബിളിലെ എല്ലാ പ്രവചനങ്ങളും നടന്ന ചരിത്രമാണ്, ഓൾറെഡി ഹാപ്പൻഡ്. ഓക്കെ, ആൻഡ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് എല്ലാം ഒരു ആദിമ സഭയ്ക്ക് കൊടുത്തതായിരിക്കുന്ന സംഭവങ്ങളെ അലങ്കാരികമായിരിക്കുന്ന ഒരു ഭാഷയിൽ വിവരിച്ചിരിക്കുന്നതാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇതൊന്നും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നില്ല, ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അത് വെളിപ്പാട് പുസ്തകത്തിലെ മുഖ്യഭാഗവും ഭൂതകാല സംഭവങ്ങളെ വിവരിച്ചിരിക്കുന്നതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. So we need to understand this view says book of Revelation is not the description of the future events, rather the historical events already happened in the Roman Empire. അതായത് ബുക്ക് ഓഫ് റെവലേഷൻ എന്ന് പറയുന്നത് ഇനി സംഭവിക്കാനിരിക്കുന്ന, ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതായ കാര്യങ്ങളുടെ ഒരു ഡിസ്ക്രിപ്ഷനേ അല്ലെന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ വിവരണമേ അല്ല, ഓൾറെഡി ഹിസ്റ്ററിയിൽ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞെന്നാണ് ഈ പ്രിറ്ററിസ്റ്റ് വ്യൂ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ദേ ബിലീവ് എംപറർ നീറോ വാസ് ദി ആൻറ്റൈ ക്രൈസ്റ്റ്. അതായത് അവർ വിശ്വസിക്കുന്നത് ആൻറ്റൈ ക്രൈസ്റ്റ് ഒന്നും ഇനിയും വരാനുള്ള ആളല്ല, ഓൾറെഡി വന്നു കഴിഞ്ഞെന്നാണ് ഈ വ്യൂ വിശ്വസിക്കുന്നത്. അതായത് ഓൾറെഡി ആൻറ്റൈ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് എംപറർ നീറോ ആയിരുന്നു. നീറോയുടെ കാലത്താണല്ലോ അവൻ ഒത്തിരി വിശ്വാസികളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കപ്പെട്ടത്. പെർസിക്യൂഷൻ, the severe persecution we know during the time of Nero the emperor, a Roman emperor. So these people believe that Emperor Nero was the Antichrist. There is no Antichrist is going to come. This person was the Antichrist. അപ്പം അവസാന ഘട്ടത്തിൽ നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? എക്സാമ്പിൾ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്.
മഹാപീഡനം, ഗ്രേറ്റ് ട്രിബുലേഷൻ, മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, ദ റിസറക്ഷൻ ഓഫ് ദ ഡെത്ത്, ഓക്കെ, ഡെഡ്, ആൻഡ് പിന്നെന്താണ്, അന്ത്യന്യായവിധി. അപ്പം ദി ഫൈനൽ ജഡ്ജ്മെൻറ്റ്, ഇതെല്ലാം ഓൾറെഡി നിറവേറി കഴിഞ്ഞെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ശാരീരികമല്ല, ആത്മീകമാണെന്നാണ് അവർ പറയുന്നത്. സോ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. They believe, okay? The second coming of Jesus Christ is not going to be the physical appearance of Jesus Christ, but already Jesus came in spirit. So the spiritual appearance, that means they believe that Jesus came into us. Jesus came in our heart. നമ്മുടെ ഹൃദയത്തിലോട്ട് യേശുക്രിസ്തു വന്നു. ആ വരവിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് അത് വിശ്വസിക്കുന്നത്. യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്നു, അതാണ് കർത്താവ് വന്നെന്ന് പറഞ്ഞത്. രണ്ടാമത്തെ വരവെന്ന് പറഞ്ഞ് ഇനി ഒരു വരവൊന്നും ഇല്ലെന്നാണ് അവർ വിശ്വസിക്കുന്നത്. Okay? But at the same time, as we are the Christians and as we are the people of God, we need to understand this view is absolutely wrong. Because there are many prophecies yet to be fulfilled. Like the second coming of Jesus Christ. We know the second coming of Jesus Christ is not yet fulfilled. The prophecy about the second coming. It is not yet fulfilled. And also this book itself says that this is a prophetical book. അല്ലേ? എന്താണ് ഈ പുസ്തകം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോഴേ ഇത് കാണുന്നത് എന്താണ്? ഇതൊരു പ്രവചന പുസ്തകമാണ്. എസ്പെഷ്യലി റെവലേഷൻ ചാപ്റ്റർ 1:3 നമ്മളത് വായിക്കുന്നുണ്ട്. റെവലേഷൻ ചാപ്റ്റർ 1:3 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ബ്ലെസ്ഡ് ഈസ് ഹി ഹു റീഡ്സ് ആൻഡ് ദോസ് ഹു ഹിയർ ദ വേർഡ്സ് ഓഫ് ദി പ്രൊഫസി ആൻഡ് ഹീഡ് ദ തിങ്സ് വിച്ച് ആർ റിട്ടൺ ഇൻ ഇറ്റ് ഫോർ ദ ടൈം ഈസ് നിയർ. ഓക്കെ, ഓഫ് ദ പ്രൊഫസി, ദ വേർഡ്സ് ഓഫ് പ്രൊഫസി. സോ വാട്ട് ഈസ് ദിസ് ബുക്ക്? The book of Revelation itself is a prophetical book. Okay, and many other references, if you go through, you will understand that, this book is a prophetical book. Prophetical book itself is meant for the things which is going to happen in the future. ഓക്കെ, അപ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന പഠനം എന്ന് പറയുന്നത് വലിയൊരു സങ്കീർണമായിട്ടുള്ളൊരു വിഷയമാണ്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ആൾക്കാരുടെ ഇടയിൽ. ഓക്കെ, ഇനി ക്രിസ്ത്യാനികളെന്ന് തന്നെ പല വിധത്തിലാണ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം അവസാന കാലഘട്ടങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായിരിക്കുന്ന പഠിപ്പിക്കലുകളാണ് നമുക്ക് ഇന്നുള്ളത്. ഈവൻ ക്രിസ്ത്യാനികൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. പക്ഷേ പ്രിറ്ററിസ്റ്റുകളുടെ ചിന്താഗതി തീർത്തും ശരിയല്ല. അതിന് കാരണം എന്നറിയാമോ? അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവും പീഡനകാലവും ഇല്ല എന്നാണ് അവരെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല യെരുശലേമിൻ്റെ വീഴ്ചയും അവരെന്ത് ചെയ്യുന്നുണ്ട്? നിരസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരതിനെ അംഗീകരിക്കുന്നില്ല. ഓക്കെ, അപ്പം അതുകൂടെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. പ്രിറ്ററിസ്റ്റ് ചിന്താഗതി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ദെൻ വി വിൽ ഗോ ടു ദ തേർഡ് വൺ. ദ തേർഡ് മെത്തേഡ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഈസ് ഹിസ്റ്റോറിസിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ. ദ ഹിസ്റ്റോറിസിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ചരിത്രപരമായിരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഹിസ്റ്റോറിസിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ഇൻ്റർപ്രിട്ടേഷൻ എന്നും വേണമെങ്കിൽ പറയാം. Okay, this view teaches that Revelation is a symbolic representation that presents the course of history from the apostles' time through the end of the age. അതായത് ഈ ബുക്ക് ഓഫ് റെവലേഷൻ എന്ന് പറയുന്നത് ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്. ഒരു ദൃഷ്ടാന്തപരമായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ദി അപ്പോസ്റ്റൽസ് ടൈം, അതായത് അപ്പോസ്റ്റൽമാരുടെ കാലം തൊട്ട്. ഒരു ചരിത്രമാണ്. അപ്പോസ്റ്റൽമാരുടെ കാലം തൊട്ട് എൻഡ് ഓഫ് ദി ഏജ്, അതായത് ലോകാവസാനം വരെയുള്ളതായിരിക്കുന്ന, അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത് ഡിസ്പെൻസേഷൻ്റെ അവസാനത്തോടുകൂടെ, കാലത്തിൻ്റെ അവസാനത്തോടുകൂടെ അത് തീരുന്ന ഒരു ചരിത്രമാണ് ഈ ബുക്ക് ഓഫ് റെവലേഷൻ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആരാ? ദ ഹിസ്റ്റോറിസിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ദ സിംബൽസ് ഇൻ ദ ബുക്ക് റെപ്രസെൻറ്റ്സ് ടു ദി ഈവൻസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ യൂറോപ്പ്. ഓക്കെ, അതായത് ഈ വെസ്റ്റേൺ യൂറോപ്പിലുള്ളതായിരിക്കുന്ന ഒരു ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇതിനകത്തുള്ള സിംബൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പോപ്പുമാരുണ്ട്. ഓക്കെ, വേരിയസ് പോപ്സ് ആൻഡ് പ്രൊട്ടസ്റ്റന്റ് റിഫർമേഷൻ, അല്ലെങ്കിൽ എന്താണ് നാമധേയ ക്രൈസ്ത സഭകളുടേതായിരിക്കുന്ന ഒരു റിഫർമേഷൻ നമ്മൾ കാണുന്നുണ്ട്. പ്രൊട്ടസ്റ്റന്റുകാരുടെ റിഫർമേഷൻ ഉണ്ട്, ദ ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ട്, ആൻഡ് ദ ഒറിജിൻ ഓഫ് ഇസ്ലാം റിലീജിയൻ ഉണ്ട്. Okay, and all these things that we understand, they says that it is all things are the symbol in the book of representation.
Okay, so and they teach that Antichrist is not ruler, rather a system of ruling എന്നാണ് പറയുന്നത്. അതായത് ആൻറ്റൈക്രൈസ്റ്റ് എന്ന് പറയുന്നത്, അന്ത്യക്രിസ്തു എന്ന് പറയുന്നത്, എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു ഒരു റൂളർ അല്ല, ഒരു ഭരണകർത്താവല്ലായിരിക്കും. അത് കൂടാതെ അവർ പറയുന്നത് ഇതൊരു സിസ്റ്റം ആയിരിക്കും, സിസ്റ്റം ഓഫ് റൂളിംഗ് ആണ്. അല്ലാതെ ആൻറ്റൈക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാളില്ലെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതാണ് ഹിസ്റ്റോറിസിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻകാർ വിശ്വസിക്കുന്നത്. Now we will go to the fourth view, that is the futurist interpretation. Okay? Futurist interpretation. നാലാമത്തത് അതാണ്, ഭാവികാല സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വ്യാഖ്യാനം. ഭാവികാല സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വ്യാഖ്യാനം. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ ഫ്യൂച്ചറിസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ? എന്താണ് ഈ ഫ്യൂച്ചറിസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ്റെ പ്രത്യേകത എന്താണ്? ദിസ് വ്യൂ ടീച്ചസ് ദാറ്റ് the events of the book of Revelation chapters 4 to 22 will occur in the future. ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, നമ്മളൊക്കെ ചിന്തിക്കാൻ പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഏതാണ്? ചാപ്റ്റേഴ്സ് 4 to 22, അതായത് 4-ാം അധ്യായം മുതൽ 22-ാമത്തെ അധ്യായം വരെയുള്ളതായിരിക്കുന്ന ഈവൻസ്, സംഭവങ്ങളെല്ലാം ഇനി ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണെന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. ദ ഫ്യൂച്ചറിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. അവർ പഠിപ്പിക്കുന്നത് ഇനി ഭാവിയിൽ സംഭവിക്കാനുള്ളതാണ്. അതായത് പ്രധാനമായിട്ടും ബൈബിൾ പ്രവചനങ്ങളെ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിലെ ബുക്ക് ഓഫ് റെവലേഷനിലെ കാര്യങ്ങളെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതായ കാര്യങ്ങളായിട്ട് കാണുന്ന ഒരു വ്യാഖ്യാന രീതിയാണ് ഈ ഫ്യൂച്ചറിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലെ അധ്യായങ്ങൾ 4 തൊട്ട് 22 വരെ യോഹന്നാൻ എഴുതിയ കാലത്തോ റോമൻ സാമ്രാജ്യത്തിലോ നടന്നത് അല്ലെന്നാണ് അവർ വിശ്വസിക്കുന്നത്. മറിച്ച് ലോകാവസാനത്തോടടുത്തുള്ള ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതായിരിക്കുന്ന യഥാർത്ഥ സംഭവങ്ങളാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 2ാം വരവ്, ട്രിബുലേഷൻ, ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, പിന്നെ അന്ത്യക്രിസ്തുവിൻ്റെ ഭരണം, എതിർ ക്രിസ്തുവിൻ്റെ ഭരണം, പുതിയ ആകാശം, പുതിയ ഭൂമി, ഇതെല്ലാം വരാനിരിക്കുന്ന കാലഘട്ടത്തിലാണെന്നാണ് ഈ ഫ്യൂച്ചറിസ്റ്റ് മെത്തേഡ് പഠിപ്പിക്കുന്നത്. അതാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇതെല്ലാം സംസാരിക്കുന്നതെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. സോ the futurists divide the book of Revelation into 3 sections. As you see in chapter 1 verse 19, നമ്മൾ ഓൾറെഡി വായിച്ചതാണ് അല്ലേ? റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 19 കാണുന്നത് പോലെ 3 കാര്യങ്ങളാണ്, 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. So the futurist people, they already divide the book of Revelation into 3 sections. Okay, what you have seen, then what is now, and what will take place later. അല്ലേ? അപ്പം ഇപ്പോൾ ഉള്ളത്, നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനി സംഭവിക്കാനുള്ളത്, ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 19 പറയുന്നത്. അപ്പം ഫ്യൂച്ചറിസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നത് ഈ 3ആയിട്ടാണ്. ഓക്കെ, അങ്ങനെ തന്നെയാണ് നമ്മളും പഠിക്കുന്നത്. ചാപ്റ്റർ 1 ഡിസ്ക്രൈബ്സ് അബൌട്ട് ദി past one, okay, what you have seen. Chapter 2 and 3 describe the present thing, what is now, and the rest of the book describes future events, what will take place later. That means chapter 4 to 22. Okay, and also the futurists always use literal approach to interpret Revelation. അവർ എപ്പോഴും ഒരു ലിറ്ററൽ അപ്രോച്ചാണ് എടുക്കുന്നത്. ഇതെങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ള ലിറ്ററലി ഉള്ളതായിരിക്കുന്ന കോണ്ടെക്സ്റ്റ് ഒക്കെ നോക്കിയാണ് അവർ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ വി ആർ ഓൾസോ ടേക്കിംഗ് ദിസ് ഫ്യൂച്ചറിസ്റ്റ് മെത്തേഡ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഇൻ അവർ സ്റ്റഡീസ് ഓൾസോ, ബിക്കോസ് ദിസ് ഈസ് മോർ റിലയബിൾ. ഓക്കെ, സോ ദർ ആർ മെനി അതർ methods to interpret the book of Revelation, but we are looking into the futurist method of interpretation, because this is more reliable to understand what is happening, what is going to happen in future. Now, as we close chapter 4, I just wanted to remind you something about the second coming of Jesus Christ and also the rapture of the church. Because, from chapter 4, we understand one thing, that in his vision, in John's vision, he saw the church is in heaven and the tremendous worship is going on there in heaven. അല്ലേ? 4-ാമത്തെ അധ്യായം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? യോഹന്നാന് കാണുന്നത് സഭ എവിടെയാണ്? സ്വർഗത്തിലാണ്. സഭ സ്വർഗത്തിലാണ്.
യേശുക്രിസ്തുവിൻ്റെ കൂടെയാണ്. അവിടെ ഇരുന്നു കൊണ്ട് എല്ലാവരും ചേർന്ന് സ്വർഗത്തിലിരുന്നു കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു അല്ലെങ്കിൽ സ്തുതിക്കുന്നു. ഒരു വലിയ വർഷിപ്പാണ് നമുക്കവിടെ കാണുന്നത്. ഒരു വലിയ ആരാധനയാണ് സ്വർഗത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ വി ഷുഡ് നോ ഹൗ ദ ചർച്ച് ഈസ് ടേക്കൺ ഇൻ ടു ഹെവൻ. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. Because until chapter 3, the church is on the earth. Okay? We've been discussing about the conditions of the 7 churches or the universal church. But there is a question like why nothing is mentioned about the rapture of the church in chapter 4. Because right after the chapter 3, we see church is in heaven with Jesus in chapter 4. അല്ലേ? ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. കാരണം 3-ാമത്തെ അധ്യായം വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ 3 അധ്യായങ്ങളിലും എന്താ കാണാൻ സാധിക്കുന്നത്? ചർച്ച് ഈസ് ഓൺ എർത്ത്, അല്ലേ? ഈ ഭൂമിയിലാണ് സഭ ഇരിക്കുന്നത്. 3-ാമത്തെ അധ്യായം വരെ, അതായത് എന്താണ്, നമ്മൾ 7 സഭകളെക്കുറിച്ച് വായിക്കുന്നു, അല്ലെങ്കിൽ 7 യൂണിവേഴ്സൽ ചർച്ചിനെ കുറിച്ച് വായിക്കുന്നു. 7 സഭ എന്ന് പറയുന്നത് എല്ലാ ചർച്ചുകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏകസഭയാണ്, എല്ലാ ചർച്ചിൻ്റെയും അവസ്ഥയാണ്. അപ്പം അത് പഠിക്കുന്ന ഉടനെ 1 തൊട്ട് 3-ാമത്തെ അധ്യായം വരെ എന്തോ കാണുന്നത്? സഭ എവിടെയാണ്? ഈ ഭൂമിയിൽ തന്നെയാണ്. പക്ഷെ 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് സഭ എവിടെയാണ്? സ്വർഗത്തിലാണ്, അല്ലേ? സഭ സ്വർഗത്തിലാണ്. സ്വർഗത്തിലുള്ള സഭയെക്കുറിച്ചും സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയെക്കുറിച്ചുമാണ് ചാപ്റ്റർ 4 നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? Okay, right after chapter 3, we see churches in heaven with Jesus in chapter 4. 4-ാമത്തെ അധ്യായത്തിലൂടെ പെട്ടെന്ന് സഭ സ്വർഗത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. So let us think about how the church is taken to heaven, or how the rapture of the church is happened, and also about the second coming of Jesus. Then we will go to chapter 5 and we'll study the things happens after the rapture. അതായത് നമ്മളിങ്ങനെ ആയിരിക്കും ഇനി പഠിക്കാൻ പോകുന്നത്. ഇപ്പം ചാപ്റ്റർ 5 നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യമുണ്ട്. കാരണം സഭ സ്വർഗത്തിലാണെന്ന് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്? ഭാവിയിൽ സംഭവിക്കാനുള്ളതാണ്. അപ്പോൾ 5-ാമത്തെ അധ്യായം തൊട്ട് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ 4-ാമത്തെ അധ്യായത്തിൻ്റെ സമയത്ത് സഭ സ്വർഗത്തിലാണെങ്കിൽ എങ്ങനെ സഭ എടുക്കപ്പെട്ടു, അതിന് നമ്മൾ എന്തിനെക്കുറിച്ച് പഠിക്കണം? ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസിനെ കുറിച്ച് പഠിക്കണം. പെർട്ടിക്കുലർലി nothing is written about the second coming of Jesus Christ in chapter 4 or chapter 5. But at the same time, we are going to see what happened in between. അപ്പോൾ ഈ ഒരു പ്രത്യേക സമയത്ത് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിനോട് അനുബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാം. The second coming of Jesus Christ. Okay, so let us read maybe 2 or 3 verses which speaks about the second coming of Jesus Christ. First of all, let me ask you one question. Why we say that the next coming of Jesus will be the second coming? Why we say that the next coming of Jesus, or the return of Jesus Christ, will be the second coming? The other day, someone asked me, how can we say that the return of Jesus is going to be known as the second coming of Jesus Christ? How can we say that the return of Jesus is going to be known as the second coming of Jesus Christ? അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ് എന്ന് പറയുന്നതായിരിക്കും ഇനി ഉള്ള മടങ്ങിവരവ്. യേശുവിൻ്റെ മടങ്ങിവരവിനെ നമുക്ക് സെക്കൻഡ് കമ്മിങ് എന്ന് വിളിക്കാൻ എങ്ങനെയാണ് പറ്റുന്നതെന്നുള്ളത് ഒരാളിനോട് ചോദ്യം ചോദിച്ചു. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയിൽ നിന്ന് തന്നെ ചോദ്യം ചോദിച്ചു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ആഡ് ഇൻ ടു ദീസ് പോർഷൻസ്. ആരെങ്കിലും എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഈ ഭാഗങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ളതായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ട്, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്താലും മതി, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അത് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. I will try to address all those questions when you are asking. Okay, so so we need to understand the answer is in John chapter 14 verse 1 to 3. Let's read that portion. John chapter 14 verses 1 to 3 says about what is the the picture that Jesus Christ is giving for his disciples. Okay, let's read that portion. Yeah. Do not let your hearts be troubled. Trust in God. Trust also in me. In my Father's house are many rooms. If it were not so, I would have told you, I am going there to prepare a place for you. And if I go and prepare a place for you, I will come back and take you to be with me, that you also may be
where I am. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. Okay, this is one of the important portion that Jesus was giving for his disciples. Let not your heart be troubled. You believe in God. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ. Believe also in me. എന്നിലും വിശ്വസിപ്പീൻ. In my father's house are many mansions. Okay, if it were not so, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അല്ലേ? I go to prepare a place for you. And if I go and prepare a place for you, I will come again. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ വീണ്ടും മടങ്ങി വരും. I will come again and receive you to myself, that where I am, there you may be also. ഞാൻ എവിടെയാണോ ഇരിക്കാൻ പോകുന്നത് അവിടെ നിങ്ങളെയും ഇരുത്തും. അപ്പം ഇതൊരു ഫുൾഫിൽമെന്റ് ആകാൻ പോകുകയാണ്. എന്താണ്? കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുൻപേ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു മനസ്സിലാക്കി. അത് ഒന്നാമത്തെ വാക്യമാണ്. John chapter 14 verses 1 to 3 gives us a clear idea that how Jesus is going to go heaven, and also what is going to happen after he got to heaven, and to his disciples and all of us. Okay, and in the next portion, in the next let us read maybe one or two verses also from the book of Revelation, which speaks about the second coming of Jesus Christ. That is in Revelation chapter 1 verse 7. Read that one. Revelation chapter 1 verse 7. Yeah, it's there on the screen also. Look, he is coming with the clouds, and every eye will see him, even those who pierced him, and all the peoples of the earth will mourn because of him. So shall it be. Amen. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. Okay, behold, he is coming with the clouds, and every eye will see him, even those who pierced him. അവനെ കുത്തിയവരും എന്ത് ചെയ്യും? അവനെ കുത്തിയവരും അവങ്കിലേക്ക് നോക്കും. അല്ലെ? അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. And all the tribes of the earth will mourn because of him. എല്ലാ ഗോത്രങ്ങളും എന്ത് ചെയ്യും? അവനെ ഓർത്ത് വിലപിക്കും. സോ ഷാൽ ഇറ്റ് ബി. ആമേൻ. അങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള വാക്യങ്ങളാണിത്. പക്ഷെ ഏതൊക്കെ സമയത്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ അല്പം കൂടി മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാകും, ഇച്ചിരൂടെ മനസ്സിലാകും. ഇനി അടുത്തത് Revelation chapter 22 verse 12. Revelation chapter 22 verse 12. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വാക്യം. അതിന് പെട്ടെന്ന് പോവാം. Behold, I am coming soon. My reward is with me, and I will give to everyone according to what he has done. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാനുള്ള പ്രതിഫലം എന്റെ പക്കലുണ്ട്. I am coming soon. My reward is with me, and I will give to each person according to what they have done. ഓരോരുത്തരും ചെയ്ത പ്രവൃത്തിക്കനുസരിച്ചുള്ളത് കൊടുക്കാൻ എൻ്റെ പക്കലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കും. കാരണം സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ് is having different phases. Okay, so we will see that. So we need to know the second coming of Jesus has two phases or two stages or two appearances. Okay, so let's understand something, that the second coming of Jesus Christ has two phases. അല്ലെങ്കിൽ എന്ത് പറയാം? Two stages എന്ന് പറയാം, two appearances എന്ന് പറയാം. Okay, അപ്പം the first one is the appearance of Jesus in the mid-air. എന്താണ്? In 1 Thessalonians chapter 4 verses 15 through 17, we are reading about the appearance of Jesus in the mid-air. അതായത് 1 Thessalonians ആണ്, 2 Thessalonians അല്ല. 1 Thessalonians chapter 4 verses 15 through 17. Could you read that? According to the Lord's own word, we tell you that we who are still alive, who are left till the coming of the Lord, will certainly not precede those who have fallen asleep. For the Lord himself will come down from heaven with a loud command, with the voice of the archangel, and with the trumpet call of God, and the dead in Christ will rise first. After that, we who are still alive and are left will be caught up together with them in the clouds to meet the Lord in the air.
and so we will be with the Lord forever. Amen. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അപ്പൊ നോക്കിയേ, ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് രണ്ട് ആമുഖങ്ങളുണ്ട്. ഓക്കെ, രണ്ട് മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഫേസസ് ആർ ദിയർ, അല്ലെ? ടു ഫേസസ്, ടു സ്റ്റേജസ് ആർ ദിയർ, ടു അപ്പിയറൻസസ് ഉണ്ട്. ഒന്നാമത്തത് അപ്പിയറൻസ് ഓഫ് ജീസസ് ഇൻ ദ മിഡ് എയർ. അതിന് നമുക്ക് വേണമെങ്കിൽ സീക്രട്ട് അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയാം. അതായത് എന്താണ്? കർത്താവിൻ്റെ രഹസ്യ പ്രത്യക്ഷത. ഓക്കെ, കർത്താവിൻ്റെ രഹസ്യ പ്രത്യക്ഷത എന്ന് പറയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇൻ ദിസ് അപ്പിയറൻസ്? എന്തൊക്കെയാണ് ഈ ഒന്നാമത്തെ വരവിൽ, അതായത് ഒന്നാമത്തെ ആ ഫേസിൽ സംഭവിക്കുന്നത്, ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്നാമത് എഴുതിയിരിക്കുന്നത് ജീസസ് വിൽ ഡിസെൻഡ് ഫ്രം ഹെവൻ വിത്ത് എ ഷൗട്ട്. ഓക്കെ, സെക്കൻഡ്ലി ദ വോയിസ് ഓഫ് ആൻ ആർക്കേഞ്ചൽ വിൽ ബി ദെയർ, ദ ട്രംപറ്റ് ഓഫ് ഷൗട്ട് വിൽ ബി ദെയർ, ആൻഡ് ഡെഡ് ഇൻ ക്രൈസ്റ്റ് ഷാൽ റൈസ് അപ്പ്. ഇതൊക്കെയാണ് സംഭവിക്കുന്ന സമയത്ത് കർത്താവ് താൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിൻ്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. സോ ജീസസ് വിൽ ഡിസെൻഡ് ഫ്രം ഹെവൻ വിത്ത് എ ഷൗട്ട്. ഒരു മഹാശബ്ദത്തോടു കൂടി ആയിരിക്കും യേശു കർത്താവ് വരുന്നത് രഹസ്യ പ്രത്യക്ഷതയിൽ. ദ സീക്രട്ട് കമ്മിങ് ഓർ സീക്രട്ട് അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് സംഭവിക്കുമ്പോൾ വോയിസ് ഓഫ് ആൻ ആർക്കേഞ്ചൽ വിൽ ബി ദെയർ, the trumpet of shout will be there, dead in Christ shall be risen up, and again, there will be a transformation of our body. നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യും? ഒരു രൂപാന്തരം സംഭവിക്കും. That is what we are reading in 1 Corinthians chapter 15 verses 51 and 52. 1 Corinthians chapter 15 verses 51 and 52. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. Listen, I tell you a mystery. We will not all sleep, but we will be changed in a flash, in the twinkling of an eye, at the last trumpet. For the trumpet will sound, the dead will be raised imperishable, and we will be changed. കണ്ടോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? The transformation of a body will happen. നമ്മുടെ ശരീരം രൂപാന്തരം പ്രാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണ്? കണ്ണിമയ്ക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ശരീരം രൂപാന്തരം പ്രാപിക്കുന്നു. പിന്നെ അവർ റീയൂണിയൻ വിത്ത് ഡെഡ് ഇൻ ക്രൈസ്റ്റ്, അതായത് നമുക്ക് മുൻപ് മരിച്ചു പോയിട്ടുള്ളതായിരിക്കുന്ന ആളുകൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അവരും നമ്മളും കൂടെ, അതായത് ഈ ഭൂമിയിൽ നമുക്ക് മുൻപ് മരിച്ചു പോയിട്ടുള്ളതായിരിക്കുന്ന ആളുകൾ ഉയർത്തെഴുന്നേറ്റ് ശേഷമായിട്ട് ജീവിച്ചിരിക്കുന്ന നമ്മളും മരിച്ചു പോയവരും ഒരുമിച്ച് ദ റാപ്ചർ വിൽ ഹാപ്പൻ, അതായത് സഭയുടെ ഉൽപ്രാപണം സംഭവിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളുടെ മർമ്മം പറയുന്നു, നിങ്ങളെല്ലാവരും നിദ്ര കൊള്ളത്തില്ല, പക്ഷെ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? കണ്ണിമയ്ക്കുന്നതിൻ്റെ ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് എഴുന്നേൽക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരു രൂപാന്തരം സംഭവിക്കും. There will be a transformation for our body. With this body we cannot fly. With this body we cannot reach to heaven. We cannot enter into heaven. We cannot fly without we have a limitation. But at the same time, when our body is transformed, നമ്മുടെ ശരീരം രൂപാന്തരം പ്രാപിച്ചു കഴിയുമ്പോൾ അവിടെ റീയൂണിയൻ നടക്കുകയാണ്. എന്താണ്? നമുക്ക് മുൻപ് മരിച്ചു പോയിട്ടുള്ള ഭക്തന്മാരുണ്ട്, അവരും നാമും ഒന്നായി ചേർന്ന് നാം സ്വർഗത്തിലേക്ക് മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് വിൽ ബി കോൾഡ് ആസ് ദ റാപ്ചർ ഓഫ് ദ ചർച്ച്. സഭയുടെ ഉൽപ്രാപണം എന്നാണ് അതിനെ വിളിക്കുന്നത്. സോ ഇൻ 1 Corinthians chapter 15 verses 51 and 52 says that all these things will happen in the twinkling of an eye എന്ന് പറഞ്ഞിരിക്കുന്നത്. കണ്ണിമയ്ക്കുന്നതിനിടയിൽ, അല്ലേ? കണ്ണടച്ച് നമ്മൾ തുറക്കുന്നതിന് മുൻപ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിരിക്കും. ഒറ്റ സെക്കൻഡ് കൊണ്ട്
ഇത്രയും കാര്യങ്ങൾ സംഭവിക്കും. ഏതൊക്കെയാണ്? ജീസസ് വിൽ ഡിസെൻഡ് ഫ്രം ഹെവൻ വിത്ത് എ ഷൗട്ട്, വോയിസ് ഓഫ് ദി ആർക്കേഞ്ചൽ വിൽ ബി ദെയർ, trumpet of shout will be there, dead in Christ shall rise up, the transformation of a body will happen, a reunion with the dead in Christ will happen, rapture of the church will happen. All these things will happen in a twinkling of an eye. നമ്മുടെ കണ്ണടച്ച് തുറക്കുന്നതിൻ്റെ ഇടയിൽ, കണ്ണ് വെക്കുന്നതിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് നൊടിയിടയിൽ നിന്നാണ്. നൊടിയിടയിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളിങ്ങനെ നോടിയത്തില്ലേ, ആ ഒരൊറ്റ സെക്കൻഡിനുള്ളിൽ സംഭവിക്കും. സോ ഇൻ ദിസ് അപ്പിയറൻസ് only believers will hear and will see Jesus Christ when he is coming. അതുകൊണ്ടാണ് സീക്രട്ട് കമ്മിങ് എന്ന് പറയുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ വിശ്വാസികൾ മാത്രം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന തൻ്റെ മക്കൾ മാത്രമേ ഇത് കാണത്തുള്ളൂ, കേൾക്കത്തുള്ളൂ. ബാക്കി ആർക്കും ഇത് കേൾക്കാൻ കഴിയത്തില്ല, കാണാൻ കഴിയത്തില്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ വെൻ വിൽ ഇറ്റ് ഹാപ്പൻ. വെൻ വിൽ ഇറ്റ് ഹാപ്പൻ? നോബഡി നോസ്. നമുക്കാർക്കും അറിയത്തില്ല ഇത് എപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അറിയാമോ? നമുക്കാർക്കും അറിയത്തില്ല. ബിക്കോസ് പോൾ, when he is writing about the second coming of Jesus Christ in 1 Thessalonians chapter 4 verses 15 and 17, Paul used the pronoun ആണ്. പ്രൊനൗണാണ് യൂസ് ചെയ്യുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലൊക്കെ ഒരു പ്രൊനൗണാണ് യൂസ് ചെയ്യുന്നത്. എന്താ? വി, നാം, നാം, നാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? That suggests that he expected to be alive when the Lord returned. യേശുക്രിസ്തു വരുന്ന സമയത്ത് താനും ജീവനോട് ഇരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടെ തന്നെയാണ് അന്നേരം ഇപ്പം പെട്ടെന്ന് സംഭവിക്കാൻ പോകാമെന്നാണ് വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത്. അങ്ങനല്ലേ കർത്താവ് പറഞ്ഞിട്ട് പോയത്? ഞാൻ നിങ്ങൾ നോക്കി നിൽക്കുന്നു, ഞാൻ പോകുന്നത് പോലെ മടങ്ങി വരുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അപ്പം തന്നെ പൗലോസൊക്കെ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ യോഹന്നാനൊക്കെ ഉള്ള സമയത്ത് തന്നെ ഒരു പക്ഷേ കർത്താവ് തിരിച്ചു വരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. Okay, so the first appearance of Jesus also is known as the imminent return of Jesus Christ. എന്താണ്? ആസന്നമായ ഒരു വരവായിരിക്കും എന്നാണ് അവരെല്ലാം വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇമിനൻറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ക്യാൻ ഹാപ്പൻ അറ്റ് എനി മോമെൻറ്റ്, അല്ലേ? എനി മോമെൻറ്റ്, ഏത് സമയത്തും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്കതിനെ കാണാനായി സാധിക്കുന്നത്. അപ്പോൾ ആസ് ക്രിസ്ത്യൻസ് വി ഡു നോട്ട് ലുക്ക് ഫോർ എനി സയൻസ് ടു ഹാപ്പൻ, because it can happen at any time. ഓക്കെ, നമ്മളിപ്പം എന്തൊക്കെ അടയാളങ്ങളാണ് വരുന്നത്? യുദ്ധം കാണുന്നു, അവിടെ ഭൂകമ്പം ഉണ്ടാകുന്നു, വലിയ സ്റ്റോം ഉണ്ടാകുന്നു, എർത്ത്ക്വേക്ക് ഉണ്ടാകുന്നു. ഇതെല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ്, ഇപ്പോഴായിരിക്കും കർത്താവ് വരുന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. സൈനൊന്നും നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഡോണ്ട് ലുക്ക് ഫോർ എനി സൈൻ. ഓക്കെ, ഈവൻ ജീസസ് ക്രൈസ്റ്റ് വിൽ ബി കമ്മിങ് at any time, at any moment. Okay, the coming of Jesus Christ is known as the imminent coming, imminent return of Jesus Christ. എന്താണ് പൗലോസൊക്കെ ആഗ്രഹിച്ചിരുന്നത്? അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇവിടുന്ന് പോകുമെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം, പൗലോസ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ കർത്താവ് വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അപ്പോസ്തലന്മാരൊക്കെ അങ്ങനെ പ്രതീക്ഷിച്ചു. കാരണം അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയത്തുള്ളൂ. വി കനോട്ട് ഫിക്സ് എ ടൈം വെൻ ജീസസ് ഈസ് കമ്മിങ്. ഓക്കെ, ബട്ട് വി നോ ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് going to come at any time. നമ്മുടെ കർത്താവ് ഏത് സമയത്ത് വന്നാലും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ, കർത്താവെ അങ്ങയുടെ വരവിനായി കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നെക്സ്റ്റ് പോർഷൻ വി വിൽ ബി ലേണിംഗ് മേ ബി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. Amen. അത് നമ്മൾ ദ ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓൺ ദി എർത്ത് ആണ് അടുത്ത ക്ലാസ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിന് ശേഷം നമ്മൾ ചാപ്റ്റർ 5 പ്രവേശിക്കും. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ചേർന്ന് ദൈവസന്നിധിയിൽ അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ തലകളെ വണക്കാം.